കണക്കിന് സഹോദരിമാർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. 10,000-കണക്കിന് സഹോദരിമാർ. ഒരാഴ്ച മുമ്പേ ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്ത് ഒരു പരിപാടി ഉണ്ടായപ്പോഴേ എന്നെ ഒരു കാറിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറമെത്തിയപ്പോഴേ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ ചോദിച്ചു, ഇവിടെ അഡ്വക്കറ്റുമാരെ സമ്മേളനത്തിനുണ്ടോന്ന് ചോദിച്ചു. അഡ്വക്കറ്റ് എന്ന് പറഞ്ഞാൽ വക്കീലുമാരെ സമ്മേളനം ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാനുള്ള കാരണം റോഡ് നിറയെ വക്കീലുമാരാണുള്ളത്. വക്കീലുമാർ എന്ന് പറഞ്ഞാൽ കറുത്ത കോട്ടിട്ട ആളുകൾക്ക് അങ്ങനെ പറയാം. വക്കീലുമാര് കറുത്ത കോട്ടിട്ടു എന്ന് പറഞ്ഞാൽ ഇനി സഹോദരിമാര് കേട്ടോളൂ. ആ കാസർഗോഡിന്റെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് നടക്കുന്ന ഒരു സർക്കസ്, എന്തോ ഒരു പേരുണ്ട്. അവിടുത്തെ ബോർഡിലൊക്കെ ഉടുത്തത് അഴിച്ചിട്ടിട്ട് തുള്ളുന്ന ഏതോ 2 പെണ്ണുങ്ങളെ ഫോട്ടോ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, വയസ്സായിട്ട് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല എന്നെനിക്കുറപ്പാണ്. അത്രയും വയസ്സായ ഉമ്മമാരെ അപ്പുറവും ഇപ്പുറവും കൈപിടിച്ചിട്ട് പെൺകുട്ടികൾ സർക്കസിന് കൊണ്ടുപോവുക. 3 ആളുട്ട് പർദ്ദ. ഈ വയസ്സായ ഉമ്മയും ധരിച്ചത് പർദ്ദ, 2 ഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളോ അല്ലെങ്കിൽ മരുമക്കളോ ആരോ ആവട്ടെ, അവരും ധരിച്ചത് പർദ്ദ. ഈ സമുദായത്തിന്റെ ഒരവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കുക. നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ഇരുന്ന് നിസ്കരിക്കാറുണ്ടോ എന്നറിയില്ല. ഇതുപോലത്തെ വഅദിന് അങ്ങനത്തെ സഹോദരിമാരെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയില്ല. അത് കൊണ്ടുവരൂല. കാരണം ഇവിടെ സിയാറത്തിന് കൊണ്ടുവരൂല. ഉടുത്തത് അഴിച്ചിട്ട് ചാടുന്നത് കാണാൻ വീട്ടിലിരുന്ന് 24 മണിക്കൂറും ഉണർന്നു നിൽക്കുന്ന സമയത്ത് പടച്ച തമ്പുരാനെ മറന്നു പോവാതെ ദിക്ർ ചൊല്ലേണ്ട, ഖുർആൻ ഓതേണ്ട ഉമ്മമാർ ഇങ്ങനത്തെ അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ ഉമ്മമാരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ വണ്ണം എത്രയായിരിക്കും എന്ന് മനസ്സിലാവാതെ. എല്ലാ ക്ലാസ്സിനും ക്ലാസ്സിന് പോകുമ്പോഴേ കണ്ണല്ലാത്ത ഒന്നും പുറത്ത് കാണാത്ത നിലക്ക് പൂർണ്ണമായ ഔറത്ത് മറച്ച് എന്തൊരു ഇസ്ലാമിന്റെ വേഷമാണെന്ന് തോന്നിപ്പോകുന്ന പെണ്ണ് ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആ മുഖമൂടി അങ്ങ് അടിച്ചു വെച്ചിട്ട് അവൾ പോകുന്നത് സർക്കസ് കൂടാരത്തിലേക്ക്. എന്ത് ഈമാനാണത്? ലാ തകുനക അസൽ അമാ അൻ ഉമ്മീന. നീ കുരുടന്റെ വടി പോലെയാവരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ കുരുടന്റെ വടി പോലെയാവരുത്. കണ്ണില്ലാത്തവന്റെ വടിയുടെ പ്രത്യേകത എന്താ? കണ്ണില്ലാത്തവൻ നടന്നു പോകുമ്പോൾ നല്ല സ്ഥലത്തും ആ വടി കുത്തും. അതല്ല, ഒരു പശു കാഷ്ടിച്ചത് അവിടെ ഉണ്ടെങ്കിൽ അതിലും കുത്തും. ആ വടി തന്നെ പള്ളിയിലും കൊണ്ടുപോയി കുത്തും. ആ വടി തന്നെ വീട്ടിലും കുത്തും. ഒരേ വടി തന്നെ. അതുപോലെ എല്ലാ സ്ഥലത്തും കുത്തുന്നവൻ അത് ഈമാനിന്റെ ലക്ഷണമല്ല. അവൻ പള്ളിയിലും കയറും, അവൻ തന്നെ സർക്കസിലും പോകും, അവൻ തന്നെ കള്ളുഷാപ്പിലും പോകും, അവൻ തന്നെ വേറെ വ്യഭിചരിക്കാനും പോകും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതെന്ത് ഈമാനാണത്? അതാ ഇവിടെ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹിന്റെ പാത, ആ മാർഗം സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കണമെന്ന വിഷയമാ. 6 വയസ്സായ ഒരു കുട്ടി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് നമ്മൾ കേൾക്കണം. വലിയവരൊന്നും പറഞ്ഞാൽ ഇപ്പൊ പഠിക്കുന്നില്ല. ഇനി ചെറിയവരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കുക, എന്നാ പഠിക്കാൻ നോക്കുക. വയസ്സായ എന്നെ പോലത്തെ അല്ലെങ്കിൽ താക്കോസ്താദിനെ പോലത്തോല് ഒന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? അത് തന്നെയാണ് 1-ാമത്തെ ദിവസം ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്നത്. എന്നിട്ട് എന്നെ നന്നാവും നോക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിന്? നന്നാവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരിമാർ, നിങ്ങൾ ഔറത്ത് മറക്കാതെ ഔറത്തിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറക്കാതെ ഒരന്യ പുരുഷൻ കാണുന്ന നിലയ്ക്ക് അങ്ങാടികളിലേക്കാവട്ടെ, സിയാറത്തിനാവട്ടെ, മറ്റെന്ത് തോന്നിവാസങ്ങൾക്കാവട്ടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ അനുമതിയോട് കൂടെയാണെങ്കിൽ ആ ഭർത്താവിന് പുനിയലഹു ബികുല്ലി ഖദമിൻ മിൻ ഖദമിഹാ ബൈത്തും ഫിന്നാർ. നബിയുനാ റസൂലുള്ളാഹി
ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് കേൾക്കുക, നിങ്ങളെ അനുമതിയോട് കൂടെയാണ് ഒരു അനിസ്ലാമികമായ പ്രവർത്തനത്തിന് വേണ്ടി, കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന, നിങ്ങൾ മഹർ കൊടുത്ത് കിട്ടിക്കൊണ്ടുവന്ന നിങ്ങളെ ഭാര്യമാര് പുറപ്പെടുന്നത് എങ്കിൽ ആ ഭർത്താവിന് വേണ്ടി ഒരുക്കി വെക്കപ്പെടും ബൈത്തും ഫിന്നാർ. അവർ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ട് നടക്കുന്ന ഓരോ കാൽപാദങ്ങൾക്ക് പകരം ബൈത്തും ഫിന്നാരി, നരകത്തിൽ ഓരോ വീട് നിങ്ങൾക്കുണ്ടാക്കി വെക്കപ്പെടുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഭർത്താവിനോട് പറയാനുള്ളത്. നിന്റെ സമ്മതം പോവണ്ടെന്ന് പറഞ്ഞാൽ നിന്നോട് തട്ടിക്കേറി പോകുന്ന പെണ്ണാണോ, ആ ഭാര്യയാണോ നിനക്കുള്ളത്, ആ ഉമ്മയാണോ നിനക്കുള്ളത് എങ്കിൽ ഇദാ ഖറജത മിൻ ബൈതിഹാ, ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലഅനഹാ കുല്ലു ശൈഇൻ ഹത്താ തർജിഅ ഇലാ ബൈതിഹി, ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അവളെ കാണുന്ന മനുഷ്യരെന്ന് മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, മരങ്ങൾ മാത്രമല്ല, കല്ലുകൾ മാത്രമല്ല, പടച്ച തമ്പുരാൻ ലോകത്ത് സൃഷ്ടിച്ചു വെച്ച ഏതെല്ലാം പടപ്പുകളുണ്ടോ ആ പടപ്പുകളെല്ലാം ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണിനെ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാണോ പോണത്? അതിനു വേണ്ടിയാണോ പെണ്ണ് പുറത്തിറങ്ങുന്നത്? ആലോചിക്കണം. എന്റെ വിഷയം